നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ ഈ വിശുദ്ധ ഞായറാഴ്ച പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങൾ 13 അതിൻ്റെ 6-ാമത്തെ വാക്യം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. നമുക്കറിയാം, സങ്കീർത്തനങ്ങളിൽ 13-ാമത്തെ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ആമേൻ. 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് ദൈവത്തോട് ചോദിക്കും, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പോൾ ദൈവം ആമേൻ ദാവീദിനെ മറന്നു എന്ന് തനിക്ക് തൻ്റെ ജീവിതത്തിൽ അതനുഭവിപ്പാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറയുക, കർത്താവേ, നീ എന്നെ എത്രത്തോളം മറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് എനിക്ക് മനസ്സിലായി. ദാവീദിന് മനസ്സിലായി, ദൈവം എന്നെ മറന്നിരിക്കുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അഭിഷക്തനെ, അഭിഷക്തയെ, ഈ ആമേൻ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുമ്പോൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദൈവം നിങ്ങളെ മറന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാത്ത വണ്ണം മറയ്ക്കും. കണ്ടോ, ദാവീദ് ചോദിക്കുക, ദൈവമേ, നീ എത്രത്തോളം നിന്റെ മുഖത്തെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ താൻ തൻ്റെ ഉള്ളിൽ വിചാരിക്കുക, കർത്താവേ, നീ എന്നെ മറന്നിരിക്കുന്നു, നിന്റെ മുഖം എൻ്റെ ആമേൻ ലൈഫിൽ നിന്ന് നീ മറച്ചു വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലവട്ടം എൻ്റെ ജീവിതത്തിലെ കുറവെന്താണ്, ആമേൻ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ദാവീദ് ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ ശേഷം പറയുകയാണ്, യഹോവ എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നന്മ ചെയ്ത് എന്ന് നമുക്ക് തോന്നിയാൽ, ആമേൻ, കർത്താവിന് കൊടുക്കേണ്ടത് ആരാധനയാണ്. സ്തോത്രം. എത്ര പേരത് ചെയ്യുന്നുണ്ട്? ദൈവസന്നിധിയിൽ ഒരു പാട്ട് ആത്മനിറവോടെ പാടി ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രം. ആ പെട്ടകം പിടിച്ചു കൊണ്ടുവരുമ്പോഴേ, ദാവീദ് ആ പെട്ടകം കൊണ്ടുവരുമ്പോൾ ആമേ ഒരു ഭോഷനെ പോലെ ആ പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിച്ചു. അതിമനോഹരമായ ഒരു ആരാധന അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ദൈവകുഞ്ഞ്, ഈ വിശുദ്ധ ഞായറാഴ്ച ഭോഷനെ പോലെ ആമേൻ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ മസിൽ പിടിക്കുന്നേ? എന്തിനാ ആമേൻ ഒരു ഫാഷനാലിറ്റി കാണിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. എന്താ, എവിടെ പുകഴുവാനാ നമുക്ക് യോഗ്യതയുള്ളത്? ആമേൻ, എവിടെയാ നമ്മൾ പുകഴേണ്ടത്? സ്തോത്രം. ആ പെട്ടകത്തിൻ്റെ മുമ്പിലല്ലേ? കർത്താവേ, ഒരാഴ്ച കൂടെ നീ എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിയല്ലോ. ആമേൻ, ഒരാഴ്ച കൂടെ നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ദാവീദ് പറഞ്ഞ, കർത്താവേ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നീ എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നന്മ ചെയ്തിരിക്കുന്നു. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെ പാടി ആരാധിക്കാൻ പോകുക. ഇന്ന് പകലിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പാടി ആരാധിക്കാമോ? ആ ദാവീദ് പാടി ആരാധിച്ചതുപോലെ, ഒരു ഭോഷനെ പോലെ ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. നൃത്തം ചെയ്തു ദൈവത്തെ ആരാധിച്ചപ്പോൾ തൻ്റെ ഭാര്യ ആമേൻ അവനെതിരായി തിരിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ അമ്മായിയപ്പൻ അവനെതിരായി തിരിഞ്ഞു. അവൻ്റെ കുടുംബം അവനെതിരായി തിരിഞ്ഞു. ദൈവമൈതലേ, നിന്നിൽ നിന്ന് ആരാധന വെളിപ്പെടുമ്പോൾ ചില ആലോചനകൾ തകരും. ചില പൈശാചിക മണ്ഡലങ്ങൾ വെളിപ്പെട്ടു വരും. നീ ആരാധിക്കണം. ആമേ, ഒരു ഭോഷനെ പോലെ നൃത്തം ചെയ്ത് ഞായറാഴ്ച ഒന്ന് ആരാധിക്ക്. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ നിന്നെ നടത്തിയ ദൈവത്തിൻ്റെ മുൻപിൽ, പെട്ടകത്തിൻ്റെ മുൻപിൽ, പെട്ടകമില്ലെങ്കിൽ ആരാധനയില്ല. സ്തോത്രം, ആമേൻ. പെട്ടകമുണ്ടോ? ആരാധന ഉറപ്പ. പെട്ടകമില്ലെങ്കിൽ ആരാധനയില്ല, പ്രതീക്ഷിക്കണ്ട. കാരണം പെട്ടകമില്ലല്ലോ. പെട്ടകത്തിനകത്ത് ആമേൻ ഇരിക്കുന്ന കാര്യാദികൾ, ആമേൻ, മന്നയിട്ട് വെച്ച പൊൻപാത്രം, പിന്നെ അഹരോൻ്റെ ഉണങ്ങിയ വടിയല്ല, പിന്നെ തളിർത്ത വടിയും, പിന്നെ അടുത്ത് നിയമത്തിൻ്റെ കൽപ്പലകളും. ഇത് മൂന്നും ഈ ഒന്ന് മന്നയിട്ട് വച്ച പൊൻപാത്രം,
2 അഹരോന്റെ തളർത്ത വടി. ഇതുണ്ടെങ്കിൽ ആരാധന വെളിപ്പെടും. പിന്നെ നിയമത്തിന്റെ കൽപ്പലകൾ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്തുണ്ട്? ആരാധന വെളിപ്പെടും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും ആ പെട്ടകത്തിനകത്ത് ഓൾറെഡി സജീവമാണ്. ഇന്ന് പകൽ നിന്റെ പെട്ടകത്തിനകത്ത് ആമേൻ ആരാധനയ്ക്കുള്ള സംഗതി ഉണ്ടോ? ഉടമനരഗത ശംഭവരാജകൽക്കനാദി. ഇന്ന് ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവ് ചോദിക്കുന്നു, ആ ദാവീദിനെ പോലെ ആരാധിപ്പാൻ, ഒരു പൊട്ടനെ പോലെ, ഒരു പോഷനെ പോലെ ആമേൻ ചാടി തുള്ളി ആമേൻ 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 നൃത്തം ചെയ്ത് ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം കഴിയുമോ? കഴിയുമെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഇരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറ. കർത്താവ് ഇന്ന് പകൽ ആരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുക. ആരാധന വെളിപ്പെടട്ടെ. പോരുകൾ ഇന്ന് പകൽക്കാലം അഴിയട്ടെ. ആരാധനകൾ വെളിപ്പെടട്ടെ. ആരാധനകൾ വെളിപ്പെടട്ടെ. ഈ പകൽ ആരാധനകൾ വെളിപ്പെടട്ടെ. ആരാധനകൾ വെളിപ്പെടട്ടെ. ആരാധനകളുടെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. ആരാധന ഇന്ന് പകൽ വെളിപ്പെടുമ്പോൾ, ആരാധന വെളിപ്പെടുമ്പോൾ ദുരാചാരങ്ങൾ തകരുന്നു, ശുദ്രക്കെട്ടുകൾ തകരുന്നു, ആഭിചാര മണ്ഡലങ്ങൾ തകരുന്നു. ആമേൻ. ശത്രുവിൻ്റെ തേർവാഴ്ചകൾ തകരുന്നു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ എന്ത് ചെയ്യുന്നു? ആമേൻ 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 ആമേൻ. 103 സങ്കീർത്തനം 10 വാക്യം പറഞ്ഞു, അവൻ നമ്മോട് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നുമില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ പാപത്തിന് ഒത്തവണ്ണം കർത്താവ് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. സ്തോത്രം. അവൻ ആരെന്നറിയാമോ? യഹോവ കരുണയും കൃപയും അവൻ നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. എല്ലായ്പ്പോഴും പത്സിക്കുന്നില്ല, എന്തേക്കും കോപം സംഗ്രഹിച്ചു വയ്ക്കുന്നതുമില്ല. ആമേൻ. ഹല്ലേലൂയ. 116 സങ്കീർത്തനം പറയുന്നു, 116 സങ്കീർത്തനം അതിശക്തമായി ദൈവത്തിൻ്റെ അഭിഷിക്തനായിരിക്കുന്ന ദാവീദ് വിളിച്ചു പറയുക. 16 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്ത് ചെയ്തിരിക്കുന്നു? ഉപകാരം ചെയ്തിരിക്കുന്നു. ഒരാഴ്ച കൂടെ ജീവിച്ചിരിക്കാൻ ഉപകാരം ചെയ്തിരിക്കുന്നു. ശമനപരഗതുനി വൈഡകരഗതന. ആമേ. നിനക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഉപകാരം ചെയ്തിരിക്കുന്നു. 119:17 നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനകത്ത് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. ആമേൻ. എന്ത് ചെയ്യണം? നന്മ ചെയ്താൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. എത്രയോ നന്മ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തു. എത്രയോ നന്മകൾ ചെയ്തു, എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു, എത്രയോ ശത്രുക്കളുടെ മുൻപാകെ അവൻ മേശ ഒരുക്കി, എത്രയോ കഴുകുമരങ്ങൾ ആമേൻ അവൻ നീക്കിക്കളഞ്ഞു, എത്രയോ അപകടങ്ങൾ കർത്താവ് ആമേൻ ആമേൻ സ്തോത്രം തകർത്തു കളഞ്ഞു, എത്രയോ പതിയിരിപ്പുകളെ കർത്താവ് തകർത്തു കളഞ്ഞു, എത്രയോ ഇരുമ്പോടാമ്പലുകളെ കർത്താവ് തകർത്തു കളഞ്ഞു, എത്രയോ പദ്ധതികളെ ദൈവം തകർത്തു കളഞ്ഞു. ഇതിൻ്റെ ആരാധന വെളിപ്പെടുന്നുണ്ടോ? മരണഭാഷകൾ നിന്നെ ചുറ്റിയില്ലേ? പാതാള ഗോപുരങ്ങൾ നിനക്കെതിരെ എണീറ്റില്ലേ? അവിടെ എല്ലാം ദൈവം നിന്നെ സൂക്ഷിച്ചില്ലേ? ആ കർത്താവിന് ഇന്ന് പകൽക്കാലം ഒരു പൊട്ടനെ പോലെ പൊട്ടി ആരാധിപ്പാൻ, നൃത്തം ചെയ്യുവാൻ, ദൈവത്തെ ചാടി തുള്ളി ആരാധിപ്പാൻ തയ്യാറായിക്കോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ കർത്തൃ ദിവസത്തിൽ അപ്പാ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണം, അത്ഭുതം ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ ഇന്നത്തെ ആരാധന അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആരാധിച്ച് അങ്ങേ മതിവരോളം ആരാധിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. കൃപയിൽ മറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.